സഹോദരരെ, ഈ കൊറോണയുടെ സാഹചര്യമൊക്കെ കേട്ട് നമ്മളുടെ വിശ്വാസം കാറ്റത്ത ഞാങ്ങുണ പോലെ അലയരുത്. കാരണം ഇനി എന്ത് ചെയ്യും, എൻ്റെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വ്യാകുലപ്പെട്ടാൽ ഒരു ഉത്തരവുമില്ല. പക്ഷെ ഈ കൊറോണയേക്കാൾ ഭീകരമായ ഒരു ദുരന്തത്തെ ധീരമായി പടപ്പൊരുതി തോൽപ്പിച്ച ഒരു വലിയ സമൂഹമുണ്ട് നമ്മുടെ ഭാരതത്തിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടമാൽ, ഒറീസയിലെ കണ്ടമാൽ കാടുകളിലെ ക്രിസ്ത്യാനികളുടെ അവിശ്വസനീയ സാക്ഷ്യങ്ങൾ. നിരക്ഷരരും നിർധരരുമായ ആയിരങ്ങളാണ് വിശ്വാസം പരിചയമായി പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന് അവിശ്വസനീയ സാക്ഷ്യം വഹിച്ചത്. കണ്ടമാലിലെ ധീരമായ ക്രിസ്ത്യാനികളുടെ ജീവിത വിജയമാണ് ഞാൻ 21-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന ഗ്രന്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിരത്തിവച്ചിരിക്കുന്നത്. കണ്ടമാൽ ഒറീസയിലെ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ജില്ലയാണ്. ആ ജില്ലയിലെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, 81 വയസ്സുള്ള ഒരു സ്വാമി. അദ്ദേഹത്തെ 2008 ഓഗസ്റ്റ് 23 വെടിവെച്ച് കൊന്നു. ഉടൻ തന്നെ അവിടെ ഒരു വാർത്ത വരുന്നത് എന്താണ്? ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു. അതുകൊണ്ട് കണ്ടമാലിൽ ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് കൽപ്പന വന്നു. വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവരെ പിടിച്ചു കൊണ്ടുപോയി മുട്ടയടിപ്പിച്ച് ചാണവെള്ളം കുടിപ്പിച്ചു. പക്ഷേ 100 കണക്കിന് ക്രിസ്ത്യാനികൾ അതിനൊന്നും തയ്യാറായില്ല. ആയിരങ്ങൾ കാടുകളിൽ അഭയം തേടി. സർവവും ഉപേക്ഷിച്ച് 6000 ക്രിസ്ത്യൻ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. 300 പള്ളികൾ ഒരു ജില്ലയിൽ, ഓർക്കുക, ഒരു ജില്ലയിൽ 300 പള്ളികൾ തകർത്ത് തരിപ്പണമാക്കി. 100ഓളം ക്രിസ്ത്യാനികൾ ആദിമ ക്രിസ്ത്യാനികളെപ്പോലെ വിശ്വാസം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ രക്തസാക്ഷിത്വം പുണർന്നു. ചിലർ ജീവനോടെ വെട്ടിനുറുക്കി കുഴിച്ചു മൂടി. അങ്ങനെ കണ്ടമാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മതപീഡനത്തിൻ്റെ വേദിയായി മാറി. 2008 ഓഗസ്റ്റിൽ തുടങ്ങിയ ഈ പീഡനം മാസങ്ങളോളം നീണ്ടുനിന്നു. ഇപ്പോൾ നമ്മൾ 2020-ലാണ്. കണ്ടമാലിൻ്റെ 12-ാം വർഷത്തിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതത്തിലെ ഓരോ ക്രിസ്ത്യാനിക്കും അഭിമാനിക്കാം. കാരണം ഇത്രയും വലിയ പീഡനം അരങ്ങേറി 100 രക്തസാക്ഷികളും 300 പള്ളികളും 6000 ക്രിസ്ത്യൻ വീടുകളും തകർത്ത് 56,000 ക്രിസ്ത്യാനികൾ വർഷങ്ങളോളം ഭവനരഹിതരായിട്ടും കണ്ടമാലിൽ ഒരു ക്രിസ്ത്യാനി പോലും ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ല. ക്രിസ്തുവിലെ വിശ്വാസം അവർ ഉപേക്ഷിച്ചില്ല. അപ്പോൾ പിന്നെ ഈ കൊറോണയെ പേടിച്ച് നമ്മൾ ഭയപ്പെടണോ? കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ഇത്രയും വലിയ മതപീഡനത്തെ തോൽപ്പിച്ചുവെങ്കിൽ കൊറോണയെ തോൽപ്പിക്കും നമ്മൾ. സെയിൻറ്റ് ബെനഡിക്റ്റ് പഠിപ്പിച്ചതുപോലെ ഓറെ എത്തലബോരെ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം. കണ്ടമാലിലെ അവിശ്വസനീയ സാക്ഷ്യങ്ങൾ, അതിലെ ഏതാനും സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വയ്ക്കുകയാണ്. കാരണം കൊറോണയുടെ ഭീതിയുടെ സമയത്ത് അവരുടെ വിശ്വാസ സാക്ഷ്യം നമുക്ക് ധൈര്യം പകരുന്നു. യേശുവിനെ കുരിശിൽ തറച്ചതുപോലെ ഒരു ചെറുപ്പക്കാരി 28 വയസ്സുള്ള ഒരു സിസ്റ്ററിനെ 2 പേർ 2 കൈയിൽ കയറി നിന്ന് 3ാമതൊരാൾ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞ് ആ സിസ്റ്റർ നിരാശയായി ആത്മഹത്യ ചെയ്തില്ല. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് 2 മാസം കഴിഞ്ഞ് ഈ ബലാത്സംഗത്തെ ഒരു കെട്ടുകഥയാക്കാൻ സംഘടിത ശ്രമം നടന്നപ്പോൾ ഈ സിസ്റ്റർ ലോകമാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പത്രസമ്മേളനം നടത്താനുള്ള ധൈര്യം കാണിച്ചു. അതിനുശേഷം ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സിസ്റ്ററിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, സിസ്റ്റർ, ഇങ്ങനെ ഒരു സാക്ഷ്യം വഹിക്കാൻ എവിടെ നിന്നാണ് സിസ്റ്ററിന് ധൈര്യം കിട്ടിയത്? എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്? ഇത്രയും വലിയ ഒരു തിക്താനുഭവത്തിലൂടെ കടന്നുപോയി മാധ്യമങ്ങളുടെ മുമ്പിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? അപ്പോൾ സിസ്റ്റർ പറഞ്ഞ മറുപടി നമ്മൾ ഓരോ ക്രിസ്ത്യാനിയും ഓർത്തിരിക്കേണ്ടതാണ്. ഹാൻഡ് മെയ്ഡ് ഓഫ് മേരി, മാതാവിൻ്റെ ദാസി എന്ന സന്യാസ സഭയിലെ അംഗമാണ് ഞാൻ. കണ്ടമാലിന് ലോകം മറന്നു തുടങ്ങിയപ്പോൾ കണ്ടമാലിലേക്ക് ജനശ്രദ്ധ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം എന്നെ ഒരു ഉപകരണമായി ഉപയോഗപ്പെടുത്തി. അതിലെനിക്ക് സന്തോഷമേയുള്ളൂ. ദുഃഖങ്ങളിൽ ദൈവത്തെ പഴിചാരാതെ ഹല്ലേലൂയ പറയാനായിട്ട് കഴിയുന്ന ക്രിസ്ത്യാനികളുടെ സാക്ഷ്യങ്ങൾ കണ്ടമാലിൽ നിരവധിയാണ്.
ക്രിസ്തുദാസ്. ആ പേര് പോലെ മനോഹരമാണ് ക്രിസ്തുദാസിൻ്റെ സാക്ഷ്യവും. ഗതകുട എന്ന ഗ്രാമത്തിൽ 300ഓളം ക്രിസ്തീയ കുടുംബങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നവർ അവർക്ക് അന്ത്യശാസനം നൽകി, നിങ്ങൾക്ക് ഞങ്ങൾ 1 മാസം തരുന്നു, ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യാനിയെ കാണാൻ പാടില്ല, നിങ്ങളെല്ലാം നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിച്ചിരിക്കണം. പക്ഷെ അവർ അത് ഗൗനിച്ചില്ല. 30-ാം ദിവസം ആരാച്ചാർ വിധി നടപ്പാക്കാൻ വരുന്നത് പോലെ 1000ഓളം മനുഷ്യർ വാളുകളും തോക്കുകളും കമ്പിപ്പാരകളുമായി ആ ഗ്രാമത്തെ വളഞ്ഞു. പെട്രോളും എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ക്രിസ്തുദാസ് അവിടുത്തെ പ്രമുഖനായ ഒരു ക്രിസ്തീയ നേതാവായതുകൊണ്ട് ക്രിസ്തുദാസിൻ്റെ വീട്ടിലേക്ക് വന്നു. ജനക്കൂട്ടം അവനെ വളഞ്ഞു. അവർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ വിശ്വാസം ഉപേക്ഷിക്കാഞ്ഞത്? ക്രിസ്തുദാസ് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്, അതെൻ്റെ അവകാശമാണ്, ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കില്ല. അത് പറഞ്ഞപ്പോൾ അവരിൽ ഒരാൾ വാളെടുത്ത് ക്രിസ്തുദാസിൻ്റെ ഭാര്യ രമണിയുടെ തലയ്ക്ക് വെട്ടി. രമണി തല പൊളിഞ്ഞ് താഴെ വീണു. ഭാര്യയെ സംരക്ഷിക്കാനായി ഓടിയെടുത്തു. ക്രിസ്തുദാസിനെ അവർ തള്ളിമാറ്റി. രമണിയുടെ കയ്യിൽ വിരലുകൾ പോലും അവൾ വാളുകൊണ്ട് വെട്ടി. നിസ്സഹായനായി നോക്കി നിൽക്കാനേ ക്രിസ്തുദാസിന് കഴിഞ്ഞുള്ളൂ. യേശുവിൻ്റെ പീഡാനുഭവം, അതേ അനുഭവത്തിലൂടെയാണ് ക്രിസ്തുദാസ് ആ സമയത്ത് കടന്നുപോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ ഏതാനും വാഹനങ്ങൾ കൊണ്ടുവന്ന് ക്രിസ്തുദാസിൻ്റെ ഭാര്യ മാത്രമല്ല മറ്റു ക്രിസ്ത്യാനികളെയും ആ പരിസരത്ത് 6 ക്രിസ്ത്യാനികളെ ഭീകരമായി ആക്രമിച്ചിരുന്നു. വാഹനങ്ങൾ കൊണ്ടുപോകാൻ വന്നപ്പോൾ അക്രമികൾ അവിടെ അപ്പോഴും നിൽപ്പുണ്ടായിരുന്നു. അവർ അതിന് സമ്മതിച്ചില്ല. അവസാനം മണിക്കൂറുകൾ കഴിഞ്ഞ് കളക്ടറും SP-യും എത്തിയിട്ടാണ് ക്രിസ്തുദാസ് രക്തത്തിൽ പുണർന്നു കിടക്കുന്ന തൻ്റെ ഭാര്യയെ എടുത്ത് ഒരു വാനിൽ കയറ്റിയത്. ആശുപത്രി എത്തുമ്പോഴേക്കും രമണി മരിച്ചിരുന്നു. അക്രമത്തിന് ശേഷം ആ വലിയ സംഘം അവിടെ വിട്ടുപോകുന്നതിന് മുമ്പ് അവിടെയുള്ള ക്രിസ്ത്യൻ വീടുകളൊക്കെ തകർത്ത് കൊള്ളയടിച്ചാണ് അവർ പോയത്. 4 മാസം കഴിഞ്ഞ് ക്രിസ്മസ് ദിനത്തിൽ ഞാൻ ക്രിസ്തുദാസിനെ 2008 ക്രിസ്മസ് ദിനത്തിൽ ഉദയഗിരി എന്ന കൊച്ചു ടൗണിലെ അഭയാർത്ഥി ക്യാമ്പിൽ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പം ഞാൻ ക്രിസ്തുദാസിനോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു, ഇപ്പോൾ നിരാശ തോന്നുന്നുണ്ടോ? യേശു രക്ഷകനാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഈ രക്ഷകനുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി നിങ്ങൾ ഇപ്പോൾ ഒരു ദരിദ്രനായിട്ട്, ധനികനായൊരു കർഷകൻ നിങ്ങളൊരു ദരിദ്രനായി, പാപ്പരായി, ഒരു പിച്ചക്കാരനെ പോലെ ഈ ഓപ്പൺ എയർ ക്യാമ്പിൽ, അവിടെ യാതൊന്നും കെട്ടിടം പോലുമില്ല, ടെൻറ്റുകളിൽ കഴിയുകയാണ്. അപ്പോൾ ക്രിസ്തുദാസ് പറഞ്ഞു, എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം ഭൂമിയിൽ നമ്മളെല്ലാം തീർത്ഥാടകരാണ്. ക്രിസ്ത്യാനി ആരാണ്? ഭൂമിയിൽ തീർത്ഥാടകരാണ്. നമ്മൾ വലിയ വീട്ടിലോ ചെറിയ വീട്ടിലോ താമസിച്ചോ ടെൻറ്റിൽ താമസിച്ചാലും ഒന്നും കുഴപ്പമില്ല. എന്നെ അനുഗമിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും എന്ന് ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ദുഃഖവുമില്ല എന്ന് ക്രിസ്തുദാസ് പറഞ്ഞു. ഇത് ഒരു വ്യക്തിയുടെ സാക്ഷ്യമല്ല, ഖണ്ഡമാലിലെ ആയിരങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചത്. ജീസസ് ഈസ് മൈ സേവിയർ. യേശു എൻ്റെ രക്ഷകനാണ്. ഇത് പറയുന്നത് ആരെന്നറിയോ? മൈക്കിൽ പ്രസംഗിക്കുന്നവരല്ല, വെടിയുണ്ടകൾ പേറി ജീവിക്കുന്ന കണ്ടമാലിലെ ഒരു പോലീസുകാരനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കണ്ടമാലിലെ വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് വിളിക്കാം. ക്രിസ്തുദാസിനെ പോലെ ജൂനോസ് നായക് എന്ന പോലീസുകാരൻ്റെ ഗ്രാമത്തിനും സംഭവിച്ചത് വ്യത്യസ്തമായിരുന്നില്ല. ആ ഗ്രാമത്തിലും അവർക്ക് 30 ദിവസത്തെ അന്ത്യശാസനം ലഭിച്ചിരുന്നു. എന്തിന്? വിശ്വാസം കൈവടിയുവാൻ. 30-ാം ദിവസം ആരാച്ചാർ പോലെ ആയിരങ്ങൾ ആയുധങ്ങളുമായി ആ ഗ്രാമത്തിലെത്തിയപ്പോൾ അവർ ആദ്യം ചെന്നത് ജൂനോസിൻ്റെ ജ്യേഷ്ഠൻ ലാൽജി നായക്കിൻ്റെ വീട്ടിലേക്കായിരുന്നു. കാരണം ആ ഗ്രാമത്തലവൻ സർപ്പഞ്ചായിരുന്നു ലാൽജി നായക്. നേരം പുലരുന്ന സമയത്ത് ആയിരങ്ങൾ ലോറികളിലും വാനുകളിലും സംഘടിതമായി എത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ ഗൂഢതന്ത്രത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയും കുരിശിൽ കിടന്ന് ശത്രുക്കളോട് ക്ഷമിച്ച ക്രിസ്തുവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കുപിതരായ ആ സംഘം
ലാൽജി നായിക്കിനോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് 30 ദിവസം അവധി നൽകിയിരുന്നു, ആ സമയം കഴിഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല? ലാൽജി തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്. ഞങ്ങളോട് മതം ഉപേക്ഷിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കില്ല, ഞങ്ങളത് ചെയ്യില്ല. അവരിൽ ഒരാൾ ഒരു വാളെടുത്ത് ലാൽജിയുടെ കഴുത്തിൽ കുത്തിക്കയറ്റി. ചോരയൊലിച്ച് ലാൽജി താഴെ വീണു. ലാൽജിയുടെ നിലവിളി കേട്ട് ലാൽജിയുടെ ഭാര്യ മന്ദാകിനി പുറത്തേക്ക് വന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മറ്റൊരുവൻ വാളെടുത്ത് അവളുടെ തലയ്ക്ക് വെട്ടി. മന്ദാകിനിയും തളർന്നു വീണു. അങ്ങനെ അവർ വീഴുന്ന സമയത്ത് ലാൽജിയുടെ അനുജൻ ജൂനോസ് നായക് എന്ന പോലീസുകാരൻ, അദ്ദേഹം പ്രാണരക്ഷാർത്ഥം കാട്ടിലേക്ക് ഓടി. അവരിൽ ഒരാൾ തോക്കെടുത്ത് ജൂനോസിന് നേരെ വെടിയുണ്ടകൾ ഉതിർത്തി. ജൂനോസും വെടിയേറ്റു വീണു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് രംഗത്തെത്തി ചോരയൊലിക്കുന്ന ഈ രക്തസാക്ഷികളെ വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പിറ്റേ ദിവസം ബറാംപൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ലാൽജി നായക് മരിച്ചു. കണ്ടമാലിലെ ഈ അവിശ്വസനീയ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഞാൻ ഇവരെ അനുധാവനം ചെയ്യുകയായിരുന്നു. കണ്ടമാലിനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം മദ്രാസിനടുത്ത് മഹാബലിപുരത്ത് നടക്കുമ്പോൾ എൻ്റെ പ്രസൻറ്റേഷന് ശേഷം ഒരു വൈദികൻ എൻ്റെ അടുത്ത് വന്നു. കണ്ടമാൽ ആക്രമണം അരങ്ങേറുന്ന സമയത്ത് അദ്ദേഹം ബറാംപൂർ രൂപതയിലെ കത്തീഡ്രലിലെ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. അച്ഛൻ എന്നോട് പറയുകയാണ്, ലാൽജി മരിക്കുന്നത് ഞാൻ കണ്ടതാണ്. മൃഗീയമായി ആക്രമിക്കപ്പെട്ട കണ്ടമാലിലെ ക്രിസ്ത്യാനികളെ ബറാംപൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞ ഈ വൈദികൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ലാൽജി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ വൈദികൻ എന്നോട് പറഞ്ഞു, സർ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്ക് എന്തായിരുന്നു എന്നായിരുന്നു. ഹിന്ദിയിലാണ് അദ്ദേഹം പറഞ്ഞത്, പ്രഭു മേ ആപ്കോ ധന്യവാദ് ദേത്താ ഹൂം. കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, നീ എന്നെ ഒരു രക്തസാക്ഷിയാക്കിയല്ലോ. എന്നെ ഒരു രക്തസാക്ഷിയാക്കിയതിൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് ലാൽജി നായക് ജീവൻ വെടിഞ്ഞു. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണ് ആ വൈദികൻ എന്നോട് പങ്കുവച്ചത്. ആ വൈദികൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. മൃഗീയമായി കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് മനുഷ്യസഹജമായ ശവസംസ്കാരം പോലും കിട്ടിയിരുന്നില്ല. പൂന്തോട്ടത്തിൽ ചെടികൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രോളിയിലാണ് ഡെഡ് ബോഡി കൊണ്ടുപോയതെന്നും ആ വൈദികൻ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു. ഞാൻ ലാൽജിയെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാരാണ്? എൻ്റെ പരിചയത്തിൽ ഇപ്പോഴും വളരെ അടുത്ത സൗഹൃദം ഉള്ള ഒരു വ്യക്തിയാണ് ജൂനോസ് നായക്. ജൂനോസാണ് ലാൽജിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞത്. ജൂനോസിൻ്റെ ജ്യേഷ്ഠത്തി മന്ദാകിനി തലയിലെ ഞരമ്പുകൾ മുറിഞ്ഞതിൻ്റെ ഭാഗമായി ഭ്രാന്തിയായി മാറി. ജൂനോസിനെ ബറാംപൂർ മെഡിക്കൽ കോളേജിൽ നിന്നും, മകൻ വക്കീലാണ്, സുഹൃത്തുക്കളെ വിളിച്ച് വീണ്ടും 200 കിലോമീറ്റർ ദൂരെയുള്ള കട്ടക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മകൻ. അവിടുത്തെ ശുശ്രൂഷ കാരണം ജൂനോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ജൂനോസിൻ്റെ ശരീരത്തിൽ ഡസൻ കണക്കിന് വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. കണ്ടമാൽ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല എന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ മനസാക്ഷിയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ, ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് AP ഷാ പോലെയുള്ളവർ, ദ നാഷണൽ ട്രൈബ്യൂണലാണ് കണ്ടമാലിലെ ജനകീയ കോടതി ഡൽഹിയിൽ നടത്തി. നീതി നിഷേധിക്കപ്പെട്ട 43 കേസുകളാണ് ആ ജനകീയ കോടതിയിൽ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുമ്പിൽ മനുഷ്യാവകാശ പ്രവർത്തകർ നിരത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ ജൂനോസിനെ പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ ജൂനോസിനോട് ചോദിച്ചു, ജൂനോസ് വെടിയുണ്ടകളായിട്ട് ജീവിക്കുക? എനിക്കറിയില്ലായിരുന്നു. ജൂനോസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സർ, എൻ്റെ ദേഹത്ത് ഒരുപാട് വെടിയുണ്ടകളുണ്ട്, അതെടുക്കാൻ സഹായിക്കുമോ? ഞാൻ കേട്ടപ്പോൾ ഇടിവെട്ടേറ്റ പോലെ ഞാൻ ഞെട്ടിപ്പോയി.
ജ്യേഷ്ഠൻ രക്തസാക്ഷിയായതും ജ്യേഷ്ഠത്തെ ഭ്രാന്തിയായതുമെല്ലാം ജൂനോസ് എന്നോട് പങ്കുവച്ചു. ഇതൊക്കെ കേട്ട് ഞാൻ തമ്പിച്ചു പോയി. ഇടിവെട്ടേറ്റതുപോലെയായിരുന്നു എൻ്റെ അനുഭവം. അപ്പോൾ ജൂനോസ് പറഞ്ഞു, 6 മാസത്തോളം കട്ടക്ക് മെഡിക്കൽ കോളേജിലും അത് കഴിഞ്ഞ് അവിടെ നിന്ന് സർക്കാർ ആശുപത്രിയിലെ പ്രതികരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കട്ടക്ക് മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് ജൂനോസിൻ്റെ ഏതാനും വെടിയുണ്ടകൾ എടുത്ത് ജൂനോസിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അവിടുത്തെ ഡോക്ടേഴ്സ് ജൂനോസിനോട് പറഞ്ഞു, ഇനി നീ വീട്ടിൽ പോയിക്കോ, നിനക്ക് കയ്യിൽ കാശുണ്ടാകുമ്പോൾ വന്നാൽ ഞങ്ങൾ ബാക്കി വെടിയുണ്ടകൾ എടുത്തു തരാമെന്ന്. കണ്ടമാലിലെ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ സ്വീകരണമായിരുന്നു അത്. ജൂനോസിൻ്റെ മകൻ അപ്പനെയും കൊണ്ട് ഒറീസയുടെ തെക്ക് ഭാഗത്തുള്ള ആന്ധ്രയിലെ വിശാഖപട്ടണം സിറ്റിയിൽ വന്ന് അവിടുത്തെ കിങ് ജോർജ് മെഡിക്കൽ കോളേജിൽ ജൂനോസിനെ അഡ്മിറ്റ് ചെയ്തു. അവിടുത്തെ ഡോക്ടേഴ്സ് ഏതാനും വെടിയുണ്ടകൾ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും 2 വർഷത്തിന് ശേഷം ഞാൻ ജൂനോസിനെ കാണുമ്പോൾ ജൂനോസിൻ്റെ ദേഹത്ത്, ജൂനോസിൻ്റെ കയ്യിലും തുടയിലുമായി ഡസൻ കണക്കിന് വെടിയുണ്ടകൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ജൂനോസ് പറയുകയാണ്, സർ, ഈ വെടിയുണ്ടകൾ എടുത്തു കിട്ടിയാൽ എനിക്ക്, ജൂനോസിൻ്റെ ഭാഷ ഹിന്ദി പറയുന്നൊരു പോലീസുകാരനായതുകൊണ്ട് ഒറീസയിലെ പലയിടത്തും ജോലി ചെയ്തിട്ടുള്ള ജൂനോസിന് ഹിന്ദിയും അറിയാം. അപ്പോൾ ജൂനോസ് എന്നോട് ഹിന്ദിയിൽ പറയുകയാണ്, ഈ വെടിയുണ്ടകൾ എടുത്താൽ എനിക്ക് ചമ്മച്ച് പക്കട് സക്തെ ബട്ടൺ ഡാൽ സക്തെ, ഈ വെടിയുണ്ടകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്പൂൺ പിടിക്കാം, എനിക്ക് ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ പറ്റും. അപ്പോൾ ജൂനോസ് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ജൂനോസിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ചോദിച്ചപ്പോഴാണ് ജൂനോസ് ഈ കഥയൊക്കെ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ജൂനോസ് പറഞ്ഞ് ബാക്കി കേട്ടപ്പോൾ ഞാൻ കൂടുതൽ ഞെട്ടിപ്പോയി. കാരണം ജൂനോസ് പറയുകയാണ്, 6 മാസം കഴിഞ്ഞ് അവസാനം വിശാഖപട്ടണത്തെ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ജൂനോസ് കണ്ടമാലിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസുകാരനായിരുന്ന ജൂനോസിനോട് അവർ പറഞ്ഞു, ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കണം. 2, നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയണം. കാരണം ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഇത് 3നും ജൂനോസ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ജൂനോസ് ഇപ്പം സാമ്പത്തികവും സർക്കാരിൽ നിന്ന് പെൻഷനൊക്കെ കിട്ടുന്ന ഒരു പോലീസുകാരനായതുകൊണ്ട് ജൂനോസ് എന്ത് ചെയ്തു? ജൂനോസ് കണ്ടമാൽ ജില്ലയ്ക്ക് പുറത്ത് ബഞ്ചാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയായിരുന്നു ആ സമയത്ത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി ജൂനോസിന് അവിശ്വസനീയമായ വിശ്വാസമുണ്ട്. പക്ഷേ അത് ജൂനോസ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നറിയാൻ എന്നിലുള്ള പത്രപ്രവർത്തകൻ ജൂനോസിനോട് വളരെ ഷാർപ്പായിട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ജൂനോസിനോട് ചോദിച്ചത് ഇതായിരുന്നു, ജൂനോസ്, യേശു രക്ഷകനാണ് എന്നല്ലേ നമ്മുടെ വിശ്വാസം? ഓരോ ക്രിസ്ത്യാനിയും ജീസസ് ഈസ് മൈ സേവിയർ, യേശു രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നവരാണ്. പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ജൂനോസിനോട് ഞാൻ ചോദിച്ചു, ഈ രക്ഷകനിലുള്ള വിശ്വാസം വഴി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ സഹോദരൻ രക്തസാക്ഷിയായി, ജ്യേഷ്ഠത്തി ഭ്രാന്തിയായി, നീ വികലാംഗനുമായി. അപ്പോൾ യേശു ഇപ്പോഴും രക്ഷകനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജൂനോസിന്റെ മറുപടി ഹിന്ദിയിലാണ്. ഹൃദയത്തിൽ കൈവച്ച് ജൂനോസ് പറയുകയാണ്, അവർ എനിക്ക് നേരെ വെടിയുണ്ടകൾ ഉതിർത്തി, പക്ഷേ ഒരെണ്ണം എൻ്റെ ഹൃദയത്തിൽ കൊണ്ടില്ല. അവൻ ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. സഹോദരൻ, ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ മകുടോദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ജൂനോസ് കാണിച്ചു വയ്ക്കുന്നത്. ത്രസിപ്പിക്കുന്ന മറ്റൊരു സാക്ഷ്യമാണ് കണ്ടമാലിലെ പൗലോസ്ലിഹ എന്ന് ഞാൻ വിളിക്കുന്ന നീലാദ്രി കൺഹറുടേത്. 30 വർഷം കണ്ടമാലിലെ കൊല്ലപ്പെട്ട സ്വാമിയുടെ ശിഷ്യനായിരുന്ന നീലാദ്രി ക്രിസ്ത്യാനിയായി. സ്വാമി കൊല്ലപ്പെട്ട സമയത്ത് താനും കുടുംബവും ആക്രമിക്കപ്പെടും എന്ന് മനസ്സിലാക്കി നീലാദ്രി കാട്ടിലേക്ക് ഓടി. നീലാദ്രി അവിടെ 3-4 ദിവസം കഴിഞ്ഞു. കടുത്ത മഴയും പട്ടിണിയും 5 കുട്ടികളും കൂടെ. ഗതികെട്ട് നീലാദ്രി സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. നീലാദ്രിയുടെ പഴയ സുഹൃത്തുക്കൾ നീലാദ്രിയെ വളഞ്ഞു. അവനെ ഇടതും വലതും നോക്കാതെ അവർ തല്ലിച്ചതച്ചു. അവസാനം നീലാദ്രി മരിച്ചുവെന്ന് അവർക്ക് ഉറപ്പില്ലായിരുന്നു. എന്തായാലും അവർ ഒരു ക്രൂരകൃത്യം കൂടി ചെയ്തു. നീലാദ്രിയുടെ കണ്ണിൽ മരത്തിൻ്റെ പശ ഒഴിച്ചിട്ടാണ് അവർ പോയത്. കാരണം
എന്തെങ്കിലും കാരണവശാൽ നീലാദ്രി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവൻ്റെ കാഴ്ചയെങ്കിലും നഷ്ടപ്പെടുന്നുവെന്നും ആയിരിക്കാം അവരുടെ ലക്ഷ്യം. എന്തെങ്കിലും ആകട്ടെ, അക്രമം എല്ലാം കണ്ട് നീലാദ്രിയുടെ ഭാര്യ കുട്ടികളെയും കൊണ്ട് ഓടി. പിറ്റേ ദിവസം രാവിലെ അവൾ അവിടെ വന്നപ്പോൾ അവൾ കണ്ടത് ഭർത്താവിന് ജീവനുണ്ടെന്നാണ്. പിന്നീട് പോലീസും മറ്റുള്ളവരും ചേർന്ന് നീലാദ്രിയെ ഒരു വാനിൽ കയറ്റി ബറാംപൂർ 200 കിലോമീറ്റർ ദൂരെയുള്ള ബറാംപൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് മരത്തിൻ്റെ പശയൊഴിച്ച കണ്ണിലെ കാഴ്ച തിരിച്ചെടുക്കാനായി ഡോക്ടർമാർ 3 സർജറി വരെ നടത്തി. അത് കഴിഞ്ഞു നീലാദ്രി ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. അവസാനം മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് വന്ന് ബറാംപൂർ ആശുപത്രിയിൽ നിന്നും നീലാദ്രിയെ ഭുവനേശ്വറിൽ കൊണ്ടുവന്ന് അവരുടെ ഭവനത്തിൽ നോക്കുന്ന സമയത്താണ് ഞാൻ 2009 ജനുവരിയിൽ, ചുരുക്കത്തിൽ അക്രമത്തിന് 5 മാസത്തിന് ശേഷം നീലാദ്രിയെ കണ്ടുമുട്ടിയത്. നീലാദ്രി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഭയാനക അനുഭവങ്ങളെല്ലാം വിവരിച്ചു. അപ്പോൾ നീലാദ്രിക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെന്നറിയാനായിട്ട് ഞാൻ നീലാദ്രിയോട് ചോദിച്ചു, നീലാദ്രി, ക്രിസ്ത്യാനിയായിട്ട് നീ എന്തു നേടി? നിൻ്റെ കുടുംബവും ഭാര്യയും മക്കളും എവിടെയാണെന്ന് നിനക്കറിയില്ല. 5 മാസമായി നീ ഒരു അനാഥനെ പോലെ ഇപ്പോൾ മദർ തെരേസയുടെ ഭവനത്തിൽ ഭുവനേശ്വറിൽ കഴിയുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയതിൽ നിനക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്നുണ്ടോ? നീലാദ്രി പറഞ്ഞു, ഇല്ല, എനിക്ക് അഭിമാനമേ ഉള്ളൂ. കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. എൻ്റെ കണ്ണിലെ ഈ മുറിവ് എനിക്കും ക്രൂശിതനാകാനുള്ള ഒരു അവസരമായി നീലാദ്രി അത് ഏറ്റുപറഞ്ഞു. നീലാദ്രിയുടെ വിശ്വാസ സാക്ഷ്യം അവിടെ അവസാനിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടമാലിലെ ജനകീയ കോടതി 2010 2ാം വാർഷികത്തിൽ ഡൽഹിയിൽ അരങ്ങേറിയപ്പോൾ അവിടെ ഹാജരാക്കിയ 43 കേസുകളിൽ ഒരാൾ നീലാദ്രിയായിരുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് AP ഷായുടെ നേതൃത്വത്തിലുള്ള ഈ ജനകീയ കോടതിയിൽ ഇന്ത്യയിലെ പേരെടുത്ത വളരെ വിശിഷ്ട വ്യക്തികളുണ്ട്. ഫിലിം പ്രൊഡ്യൂസർ മഹേഷ് ഭട്ടും ബോംബെ ഹൈക്കോർട്ടിൽ റിട്ടയർ ചെയ്ത ജസ്റ്റിസ് സുരേഷും അങ്ങനെ നിരവധി രംഗത്ത് ഐക്യരാഷ്ട്രസഭയിൽ സേവനം ചെയ്ത വിശിഷ്ട വ്യക്തികളെല്ലാം ഈ ജനകീയ കോടതിയിലെ വിധിതാക്കളായിരുന്നു. ഇവരുടെ മുമ്പിൽ നീലാദ്രി തൻ്റെ കഥ അവതരിപ്പിച്ചപ്പോൾ ജസ്റ്റിസ് AP ഷാ നീലാദ്രിയോട് ചോദിച്ചു, നിൻ്റെ FIRൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്ന ഡോക്യുമെൻറ്റിലൊന്നും കാണുന്നില്ലല്ലോ. നിൻ്റെ FIR എവിടെയാണ്? നീ കേസ് ഫയൽ ചെയ്തതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നീലാദ്രി പറയുകയാണ്, ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ജഡ്ജ് പറഞ്ഞു, കേസ് ഫയൽ ചെയ്ത് നീതി കിട്ടാത്തവരുടെ കേസുകളാണ് ഞങ്ങൾ ജനകീയ കോടതിയിൽ എടുക്കുന്നത്. നീ കേസ് ഫയൽ ചെയ്യാത്തത് കൊണ്ട് നിനക്കിവിടെ നിൻ്റെ കേസ് അവതരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ജനകീയ കോടതി നീലാദ്രിയെ തൻ്റെ കേസ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കി. നീലാദ്രിയോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഞാൻ നീലാദ്രിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ കേസ് ഫയൽ ചെയ്യാതിരുന്നത്? നീലാദ്രിയുടെ മറുപടി കേട്ട് ഞാൻ കോരിത്തരിച്ചു പോയി. സഹോദരങ്ങളെ, നീലാദ്രി പറഞ്ഞ വാക്കുകൾ സുവിശേഷങ്ങളിലെ ഭാഷയാണ്. നീലാദ്രി പറയുകയാണ്, കുരിശിൽ കിടന്ന് ശത്രുക്കളോട് ക്ഷമിച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ എങ്ങനെയാണ് എന്നെ ആക്രമിച്ചവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുക? അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സഹോദരങ്ങൾ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കൂ. അപ്പൻ മകനെതിരെ കേസ് കൊടുക്കുന്നു, സഹോദരി സഹോദരനെതിരെ കേസ് കൊടുക്കുന്നു, സഹോദരങ്ങൾ പരസ്പരം കേസ് കൊടുക്കുന്നു. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തോമായോ ആന്റണിയോ ജോസഫോ പൗലോസോ ആ പേര് കിട്ടിയത് കൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാവുമോ? ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള സാക്ഷ്യം. അപ്പം ഇതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ക്രിസ്തുവിലേക്ക് തിരിച്ചു വരുവാൻ, ക്രിസ്തുവിനെ ആശ്ലേഷിച്ച് ക്രിസ്തു പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഓരോ ക്രിസ്ത്യാനിക്ക് കഴിയുമോ? അങ്ങനൊരു വെല്ലുവിളിയാണ് കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ
നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമുക്ക് പലർക്കും നമ്മുടെ മനസ്സുകൾ വേദനിക്കും. പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ഓഫ് നാസറത്ത്, ഇതിലെല്ലാം മലയാളത്തിലും ജീസസ് എന്ന സിനിമയെല്ലാം കാണുമ്പോൾ ആരും ഒന്ന് കരഞ്ഞു പോകും. പക്ഷേ ഈശോ നമ്മൾക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ബിലീവ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാൻ. ദുഃഖ വെള്ളിയാഴ്ചയോടെ ലോകം അവസാനിച്ചില്ല. 3-ാം ദിവസം പറഞ്ഞതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റു. കൊടും കുറ്റവാളിയെപ്പോലെ കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്ന് നമുക്ക് ധൈര്യം ഏറ്റുപറയാനുള്ള അവസരമാണ് ഈസ്റ്റർ, ഉയർപ്പിൻ്റെ തിരുനാൾ. ദുഃഖത്തിൻ്റെ, പീഡനത്തിൻ്റെ കഥകളെല്ലാം മറന്ന് യേശു വിജയശ്രീ ലാളിതനായി ഉദ്ധിതനായി. ജീവിത ഭാരത്താൽ നമ്മൾ തളരാൻ പാടില്ല. യേശു നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു. ഈ ഉറപ്പ് ഓരോ ക്രിസ്ത്യാനിയെയും മുന്നോട്ട് പോകാൻ, ജീവിത ഭാരങ്ങൾക്കിടയിൽ സന്തോഷപൂർവം പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ അനുസ്മരിപ്പിക്കുന്നു, നമുക്ക് പ്രചോദനം നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഉത്ഥിതനായ ക്രിസ്തു ഭയചകിതരായ ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്നു. അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം പോയി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രഘോഷിച്ചു. നമുക്കറിയാം, യൂദാസ് ആത്മഹത്യ ചെയ്തു. ബാക്കി 11 ശിഷ്യന്മാരിൽ 10 പേരും രക്തസാക്ഷിത്വം ഉണർന്നു. അവർക്ക് ഈ ധൈര്യം വന്നത് എവിടെ നിന്നാണ്? ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ നിന്നാണ്. പീഡാനുഭവത്തിൻ്റെ ദുഃഖം, വേദന, അതെല്ലാം മറന്ന് അവർ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ക്രിസ്തുവിനെ സധൈര്യം പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ, ക്രിസ്തുവിനെ പോലെ നന്മ ചെയ്ത് കടന്നു പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ജീവിത പ്രാരാബ്ധത്താൽ വലയുമ്പോൾ നിരാശരാകാതെ മുന്നോട്ടു പോകുവാൻ ഉത്ഥിതനായ ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.